വലിയ ചെലവില്ലാതെ പണം സമ്പാദിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മന്ത്ലി കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഒരു പുതിയൊരു ആപ്പ് ഇറക്കുന്നുണ്ട്. ടീംമേറ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഗൂഗിൾ തരുന്ന ചില ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഗൂഗിൾ പണം റിവാർഡായിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഗൂഗിളിൻ്റെ ടാസ്ക് മേറ്റ് എന്നുള്ളത് നോക്കാം. ഗൂഗിൾ ടാസ്ക് മേറ്റിൻ്റെ ഭാഗമായിട്ട് ഗൂഗിൾ നമുക്ക് പല ടാസ്കുകളാണ് തരുന്നത്. ഗൂഗിൾ മാപ്പിൻ്റെതായിക്കോട്ടെ, അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഈ ആപ്പുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ടാസ്കുകളായിരിക്കും നമുക്ക് ഗൂഗിൾ തരാം. ഗൂഗിൾ പറയുന്നത് ഈ ടാസ്കുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം അവർക്ക് എന്താ നേട്ടം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന സർവീസ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ സർവീസസ് ഒക്കെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഈ ഒരു ടാസ്ക് മേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് കൂടെ ഇറക്കിയത്. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെയും അതുപോലെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, അതുപോലെ തന്നെ പല ഗൂഗിളിൻ്റെ മറ്റ് ആപ്പുകൾ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക് മേറ്റ് എന്നുള്ള ആപ്പ് ഗൂഗിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് പല ലോക്കൽ ബിസിനസ്സിനെയും ഓൺലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ടാസ്ക് മേറ്റിൽ ടാസ്കുകൾ 2 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ ടാസ്കുകളൊക്കെ നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ചെയ്ത് തീർക്കാവുന്നതുമാണ്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സിറ്റിംഗ് ടാസ്ക് ആണ്. സിറ്റിംഗ് ടാസ്ക് എന്ന് പറയുമ്പം സ്പോക്കൺ സെന്റൻസസ് ഒക്കെ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക സെന്റൻസസ്, ഷോപ്പ് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ സർവേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക. ഇതൊക്കെ സിറ്റിംഗ് ടാസ്കിൽ വരുന്ന ടാസ്കുകളാണ്. അടുത്ത കാറ്റഗറി വരുന്നത് ഫീൽഡ് ടാസ്ക് എന്ന് പറയുന്നതാണ്. ഈ ടാസ്കിൽ യൂസേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഗൂഗിൾ പറയുന്ന ആ ടാസ്കിലുള്ള ഷോപ്പുകളിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കേണ്ടി വരും. അത് എന്നിട്ട് ഈ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇവർ പറയുന്ന ഈ ഫീൽഡ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് അവർ പറയുന്ന ആ ടാസ്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ചെയ്യുന്ന അതേ ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ എന്താ വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു എമൗണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ കിട്ടുന്ന ടാസ്കുകളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ല, ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടാസ്കിൽ അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ടാസ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ടാസ്കും എടുക്കാവുന്നതാണ്. ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് പറയുകയാണെങ്കിൽ എല്ലാ ടാസ്കും നിങ്ങൾ ചെയ്യുന്നത് ഈ ഗൂഗിളിൻ്റെ ടീം റിവ്യൂ ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ക്യാഷ് അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഗൂഗിൾ തരുന്ന ഈ കുറച്ച് ടാസ്കുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിവാർഡ് മണി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് സർവീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് സർവീസായി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ നേരെ അവിടെ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അതും നിങ്ങളുടെ ലോക്കൽ കറൻസിയിൽ തന്നെ. ഇനി നമുക്ക് ടാസ്ക് മേറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഗൂഗിളിൻ്റെ ടാസ്ക് മേറ്റ് എന്ന് പറയുന്ന ആപ്പ് ബീറ്റ വേർഷനിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏർലി ആക്സസ് വിസിറ്റേഴ്സിന് മാത്രമേ ഇപ്പം ഈ ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ടാസ്ക് മേറ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് യൂസേഴ്സിന് മാത്രമാണ് തൽക്കാലം ഈ ആപ്പ് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഇനി ആ ഫ്യൂച്ചർ തന്നെ നമുക്ക് iOS യൂസേഴ്സിനും ഈ ആപ്പ് അവൈലബിൾ ആവുന്നതാണ്. ആൻഡ്രോയിഡ് യൂസേഴ്സ് ഇപ്പം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു റെഫറൽ കോഡ് വേണം ഈ ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ റെഫറൽ കോഡ് എവിടെ നിന്ന് ഒപ്പിക്കാമെന്ന് ആലോചിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം കൂടെ പറയാണ്. നിങ്ങൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ ഇങ്ങനത്തെ റെഫറൽ കോഡ്സ് കിട്ടും തരും എന്നൊക്കെ പറഞ്ഞിട്ട് പല ടീമുകളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രോഡ് ആക്ടിവിറ്റീസിലൊന്നും വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കണം. ഈ ആപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാൻ മാത്രമേ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഗൂഗിൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ആപ്പ് അവൈലബിൾ ആക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സൈഡ് ബിസിനസ് പോലെ അല്ലെങ്കിൽ ഒരു മന്ത്ലി ഇൻകം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഒരു നല്ലൊരു വർക്ക് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഈ ഗൂഗിളിൻ്റെ ടാസ്ക് മേറ്റ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗൂഗിൾ കംപ്ലീറ്റ് ആക്സസ് തരും. അത് ആക്സസ് കിട്ടിക്കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻക്യാഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പല ടാസ്കുകളും ഇതിൽ വരും. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു വർക്ക് ഫ്രം ഹോം പോലത്തെ ഒരു ജോബ് തന്നെ നിങ്ങൾക്ക് അതാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ബീറ്റ വേർഷൻ മാറിയിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഗൂഗിൾ ടാസ്ക് മേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.